202ാമത്തെ പുസ്തകമാണ് ഇന്ന് പ്രകാശനം ചെയ്യാൻ പോകുന്നത്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് കാർഷിക വിജ്ഞാനകോശം പ്രസിദ്ധീകരിക്കുന്നത്. DC ബുക്സിലും സാഹിത്യ അക്കാദമിയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പുസ്തകങ്ങൾ രചിച്ച ശ്രീ സുധീഷ് നമ്പൂതിരിയുടെ 8ാമത്തെ പുസ്തകമാണ് കാർഷിക വിജ്ഞാനകോശം. വളരെ ബൃഹത്തായ ഈ ഗ്രന്ഥത്തിന്റെ പരിചയപ്പെടുത്തുന്നത് ശ്രീ രാകേഷ് ജി നന്ദനം ആയിരിക്കും. ജനീകം പത്രാധിപ സമിതി അംഗമാണ്. ഈ പുസ്തകം കാർഷിക വിജ്ഞാനകോശം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ രവിശങ്കർ എസ് നായരാണ്. സ്വീകരിക്കുന്നത് അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ. എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ രവിശങ്കർ എസ് നായർ ഭാഷാശാസ്ത്ര അധ്യാപകൻ, ഗവേഷണ മാർഗദർശി, കേന്ദ്രീയ സർവകലാശാലയിൽ അധ്യാപകൻ, വിദേശ സർവകലാശാലകളിൽ അധ്യാപകൻ എന്നീ നിലയിൽ പ്രവർത്തിച്ച അദ്വിതീയ വ്യക്തിത്വമാണ്. സ്വീകരിക്കുന്നത് അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ. മലയാളത്തിൽ 1966 മഹാത്മാഗാന്ധിജിയുടെ പ്രഥമ ശിഷ്യൻ എഴുതിയ മഹാത്മജി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഗ്രന്ഥത്തിന്റെ മലയാള വിവർത്തകനാണ് ശ്രീ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ. ഇന്ന് രാവിലെ ഇവിടെ ഇത് പ്രകാശനം ചെയ്തു. ഇന്ന് 3 മണിക്ക് ഇപ്പോൾ പ്രകാശനം ചെയ്യാവുന്ന പുസ്തകം കാർഷിക വിജ്ഞാനകോശം. അത് രചിച്ചത് ശ്രീ സുധീഷ് നമ്പൂതിരി. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം പ്രകാശനം ചെയ്തത് ഡോക്ടർ രവിശങ്കർ എസ് നായർ ഇപ്പോൾ പ്രതിപാദിച്ചു കഴിഞ്ഞു. സ്വീകരിക്കുന്നത് വിഖ്യാത നിയമജ്ഞൻ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ. ഇന്നത്തെ ഈ പുസ്തക പ്രകാശനങ്ങൾ അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി പുസ്തക ഗ്രന്ഥകർത്താവായ ശ്രീ ശിവൻ സുധീഷ് നമ്പൂതിരിയെ ക്ഷണിച്ചുകൊള്ളും. 3 മണിക്ക് 3:15 തന്നെ ഞങ്ങളുടെ മറ്റൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്നുണ്ട്, അമ്മ അറിയാനുള്ള പുസ്തകം. അതിൻ്റെ ഓതർ ശ്രീ മാലതി, അദ്ദേഹത്തെയും വേദിയിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ്. പ്രസ്തുത പുസ്തകം നൽകുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസറായ ശ്രീമതി ചിങ്ങോലിയാണ്, ശ്രീകല ചിങ്ങോലി. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ചിങ്ങോലി. അതുപോലെ തന്നെ പുസ്തകം അമ്മയറിയാൻ സ്വീകരിക്കുന്നത് ലക്ഷ്മി പ്രിയ, പ്രോഗ്രാം മാനേജർ KDIC. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് അലങ്കരിക്കുന്നതിന് വേണ്ടി ശ്രീ സുധീഷ് നമ്പൂതിരിയെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. കാർഷിക വിജ്ഞാനകോശം എന്ന ഞാൻ എഴുതിയ പുസ്തകത്തിന്റെ 3ാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഇവിടെ റിലീസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു ഫസ്റ്റ് എഡിഷൻ, പിന്നെ സെക്കൻഡ് എഡിഷൻ വന്നു. 3ാമത്തെ എഡിഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. കാർഷിക വിജ്ഞാനങ്ങളുടെ ഒരു ശേഖരം എന്ന് തന്നെ പറയാവുന്ന ഈ പുസ്തകം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു. സ്വീകരിക്കുന്നത് അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ. മലയാളത്തിൽ 1966 മഹാത്മാഗാന്ധിജിയുടെ പ്രഥമ ശിഷ്യൻ എഴുതിയ മഹാത്മജി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഗ്രന്ഥത്തിന്റെ മലയാള വിവർത്തകനാണ് ശ്രീ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ. ഇന്ന് രാവിലെ ഇവിടെ ഇത് പ്രകാശനം ചെയ്തു. ഇന്ന് 3 മണിക്ക് ഇപ്പോൾ പ്രകാശനം ചെയ്യാവുന്ന പുസ്തകം കാർഷിക വിജ്ഞാനകോശം. അത് രചിച്ചത് ശ്രീ സുധീഷ് നമ്പൂതിരി. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം പ്രകാശനം ചെയ്തത് ഡോക്ടർ രവിശങ്കർ എസ് നായർ ഇപ്പോൾ പ്രതിപാദിച്ചു കഴിഞ്ഞു. സ്വീകരിക്കുന്നത് വിഖ്യാത നിയമജ്ഞൻ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ. ഇന്നത്തെ ഈ പുസ്തക പ്രകാശനങ്ങൾ അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി പുസ്തക ഗ്രന്ഥകർത്താവായ ശ്രീ ശിവൻ സുധീഷ് നമ്പൂതിരിയെ ക്ഷണിച്ചുകൊള്ളും. ഒന്നാണ് നമ്മുടെ നശിച്ചു പോകുന്ന കൃഷി അറിവുകളെ സമഗ്രമായി ശേഖരിച്ചു വെച്ച ഒരു വിജ്ഞാന ശേഖരം എന്ന് തന്നെ പറയാം ഈ പുസ്തകത്തെ പറ്റി. ഈ പുസ്തകത്തിന്റെ 3ാം എഡിഷൻ പ്രകാശനം ചെയ്യാൻ ഞങ്ങൾ സമീപിച്ചത് ഡോക്ടർ രവിശങ്കർ എസ് നായരെയാണ്. അദ്ദേഹം ശാസ്ത്ര അധ്യാപകനാണ്. അതുകൂടാതെ മലയാളത്തിൽ പദങ്ങൾ ശേഖരിക്കുന്ന ഒരു പ്രൊജക്ടിന്റെ മാനേജർ കൂടിയാണ്, സംഘാടകൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചത്. ശിവൻ മഠത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഇവിടെ നേരത്തെ പ്രകാശനം ചെയ്തു കഴിഞ്ഞു. അതിനുശേഷമുള്ള
ചടങ്ങ് വേറൊരു പുസ്തകം പുറത്തിറക്കുന്നുണ്ട്, അമ്മ അറിയാനെന്ന പുസ്തകം. അത് മലയാളത്തിൽ ഈ തരത്തിലുള്ള ഒരു പുസ്തകം പുറത്തിറക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ഏതായാലും ഈ ചടങ്ങ് ഇവിടെ തുടങ്ങുകയാണ്. അടുത്തത് പുസ്തക പ്രകാശനം. കാർഷിക വിജ്ഞാനകോശം എന്ന പുസ്തകം ഡോക്ടർ എസ് രവിശങ്കർ നായർ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിന് കൊടുത്തിട്ട് പ്രകാശനം ചെയ്യും. ഈ പുസ്തകത്തിന്റെ ഒരു ആകത്തുകയെ പറ്റി സംസാരിക്കുക ഡോക്ടർ രവിശങ്കർ നായരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടത്, സുധീഷ് നമ്പൂതിരി വളരെ പ്രോളിഫിക് ആയിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. പുസ്തകങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിഷയങ്ങളും അതുപോലെ വളരെ വൈവിധ്യമുള്ള വിഷയങ്ങൾ. ഒരു എൻസൈക്ലോപീഡിസ്റ്റ് എന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. നളചരിതത്തിനെ കുറിച്ചുള്ള ഒരു മനഃശാസ്ത്രപരമായ ഒരു പഠനം, പിന്നെ വേണ്ടത് തന്ത്രവിദ്യയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, ക്ഷേത്രകലകളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, കേരളത്തിന്റെ ആഭരണ പാരമ്പര്യം, അങ്ങനെ വളരെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ. പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാത്ത വളരെ സൂക്ഷ്മമായ പഠനം ആവശ്യമുള്ള മേഖലകളിലേക്ക് കടന്നു പോകുന്ന പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ കഴിയില്ല അത്രയധികം. വളരെ സസ്യങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, വളരെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ. ഇത് ഈ ഏത് പുസ്തകം എടുത്താലും സുധീഷ് നമ്പൂതിരിയുടെ ഒരു പ്രത്യേകത സംസ്കാര വിജ്ഞാനീയത്തിന്റെ കാഴ്ചപ്പാടിൽ കൂടെയുള്ള, കാരണം ഇപ്പൊ ഈ കാർഷിക വിജ്ഞാനകോശം തന്നെ ഒരു പദങ്ങളുടെ ശേഖരം മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ പോലും അത് വളരെ വിലപ്പെട്ടതാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇത് നമ്മുടെ സംസ്കാരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, സംസ്കാരത്തിന്റെ വിവിധ തലങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകവും. കാർഷിക വിജ്ഞാനകോശവും അങ്ങനെയാണ്. അത് നമ്മുടെ കൃഷിയെ നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ചരിത്രത്തിലും നമ്മുടെ സമൂഹത്തിലും സ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിശകലനം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്, അമര എന്ന് പറഞ്ഞൊരു പദം എടുത്താൽ അമര കൃഷി ചെയ്യുന്ന എങ്ങനെ, അതിന്റെ ഇനങ്ങൾ എങ്ങനെ എന്നൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ അദ്ദേഹം അമരവിത്തും കുരുത്തക്കേടും കുറച്ചു മതി എന്നൊരു പഴഞ്ചൊല്ലുള്ളത് പറയും. അതുപോലെ അമരച്ചുവട്ടിൽ തവള കരയണം, അമരച്ചുവട്ടിൽ ഒരുപാട് വെള്ളം വേണം എന്ന അർത്ഥത്തിൽ പറയുന്നൊരു പഴഞ്ചൊല്ലാണ്. അങ്ങനെ പഴഞ്ചൊല്ലുകളിലേക്ക് പോകും. ഇതൊക്കെ കഴിഞ്ഞ് വളരെ ഒരു കൃഷിയുടെ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകൾ. ഇത് കുമിളിന്റെ രോഗം ഉണ്ടാകുമ്പോൾ അതിന് ഡൈട്രെയിൻ M45L എന്നൊരു മരുന്നാണ് ഉപയോഗിക്കുന്നത്. ഇതിന് അത്രയധികം, അതായത് സംസ്കാരത്തിലും അതിൻ്റെ ചരിത്രത്തിലും ഭാഷയിലും ഒക്കെ ഇതെങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന ഒരു തലത്തിലേക്ക് പോകുന്ന ഒരു പുസ്തകമാണ്. ഇപ്പൊ നമ്മൾ അമര എന്നൊരു പദം കേൾക്കുമ്പോൾ അതുപോലെയുള്ള പദങ്ങൾ മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്, വിജ്ഞാനകോശത്തിലുള്ളത് എന്ന് ധരിക്കാം. അങ്ങനെയല്ല. അമരാവതി സമരം, അമര കഴിഞ്ഞ ഉടനെ നമ്മൾ കാണുന്നതാണ്. അത് ഇടുക്കിയിൽ 1960 ഒരു കുടിയിറക്കലിനെതിരെ AKG നയിച്ച സമരമാണ്. അത് AKG അതിൽ പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ ഒരു പങ്കും വടക്കൻ അച്ഛൻ വഹിച്ച പങ്ക്, അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായ ഒരു വിവരണം. ഈ കൃഷി എന്നുള്ളത് സുധീഷ് നമ്പൂതിരി കണ്ടിട്ടുള്ളത് വളരെ വിശാലമായ, അതിൻ്റെ ഒരു രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ വശങ്ങളും കണ്ടുകൊണ്ട് പദശേഖരണം നടത്തി എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. അതിന് അമ്മ ദൈവാരാധന എന്നൊരു വാക്കെടുക്കുമ്പോൾ അത് കൃഷിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, കാളി എന്നുള്ളത് ഉർവരതയുടെ സിമ്പലാകുന്നത് എങ്ങനെ, അമ്മയുടെ ഗർഭപാത്രമായി ആണ് വിളനിലങ്ങളെ കാണുന്നത് നമ്മുടെ സംസ്കാരത്തിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. മറ്റൊന്ന്, നമുക്ക് വളരെ അപ്രതീക്ഷിതമായ പല പേരുകൾ. EMS നമ്പൂതിരിപ്പാട് എന്നൊരു എൻട്രി ഉണ്ട്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും കാർഷിക വിജ്ഞാനകോശത്തിൽ EMS നമ്പൂതിരിപ്പാടിന് എന്താണ് സ്ഥാനം എന്ന് വിചാരിക്കാം. പക്ഷേ EMS നമ്പൂതിരിപ്പാട് കേരളത്തിലെ കാർഷിക പ്രശ്നങ്ങളെ കുറിച്ച് വിദഗ്ധമായി തയ്യാറാക്കിയ 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പഠിച്ച് എഴുതിയ 2 പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളെയാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. അതുപോലെ കിസാൻ സഭയുടെ കാര്യദർശിയായിരുന്നു, ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇത്
കാർഷിക മേഖലയിലെ പദങ്ങളുടെ ഒരു ശേഖരണമോ അതിന്റെ വിവരണമോ മാത്രമല്ല. നമ്മുടെ കൃഷിയിൽ പ്രത്യേകിച്ച് ഇപ്പൊ കൃഷി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാലത്ത്, വളരെ പ്രാചീന കാലം തുടങ്ങി ഇന്നത്തെ കാലം വരെ കൃഷി എങ്ങനെയാണ് പുരോഗമിച്ചത്, നമ്മുടെ സംസ്കാരത്തിൽ അതെങ്ങനെ മാറിക്കൊണ്ടിരുന്നു, അതിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരൊക്കെയാണ്, ഇങ്ങനെ എല്ലാ മേഖലകളിലേക്കും കടന്നുപോയി. ഇത് ആസിയാൻ കരാർ അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മറ്റൊന്ന്, കാർഷിക മേഖലയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന നിരവധി പദങ്ങൾ ഇതിൽ ശേഖരിച്ചിട്ടുണ്ട്. ഉദാഹരണം അരുക്കുക, അമിക്കുക, ഇത് നമുക്ക് ഇപ്പൊ അറിയാവുന്ന പദങ്ങളല്ല. ഉപ്പ്, കന്നിപ്പള്ളം, അറത്തുകെട്ടുക, ഇതൽപുറ്റ്, ഇങ്ങനെ നിരവധി പദങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഭാഷാശാസ്ത്രപരമായും ചരിത്രപരമായും കാർഷിക വിജ്ഞാനപരമായും വളരെ അമൂല്യമായ പദങ്ങളുടെ ഒരു ശേഖരമാണ്. അതുപോലെ പലതരം അളവുകൾ, അളവുപകരണങ്ങൾ, അങ്ങനെ നമ്മുടെ കൃഷി എന്നുള്ളതിന് ഏറ്റവും വിശാലമായി കണ്ടുകൊണ്ട് അതിലെ പദങ്ങൾ സ്വീകരിക്കുകയും അതീവ ലളിതമായും വളരെ സുന്ദരമായും അവർ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് കാർഷിക വിജ്ഞാനകോശം. ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പ്രകാശനം ചെയ്യാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. ഈ പുസ്തകം കേരളത്തിന്റെ എല്ലാ മേഖലകളിലും എത്തട്ടെ എന്നും ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഇതൊരു വിശദമായ ഒരു കാർഷിക വിജ്ഞാനകോശത്തിന്റെ ഒരു ന്യൂക്ലിയസ് മാത്രമായിട്ടാണ് സുരേഷ് നമ്പൂതിരി സങ്കല്പിച്ചിരിക്കുന്നത്. വളരെ വിശദമായ ഒരു പുസ്തകമായി ഇത് ഭാവിയിൽ വികസിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തായിട്ട് ശിവൻ മഠത്തിൽ 2 വാക്ക് സംസാരിക്കുന്നതായിരുന്നു. പേരിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഒരു മഹത്തായ കർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ പീയൂഷ് നമ്പൂതിരിയുടെ ഈ പുസ്തകം കാർഷിക വിജ്ഞാനകോശം ഇവിടെ ഔപചാരികമായി പ്രസിദ്ധീകരിച്ചു. ഇത് പ്രസിദ്ധീകരിച്ചത് എന്റെ പ്രിയ സുഹൃത്ത് സുധാകരനാണ്. ഞാൻ ഈ പുസ്തകത്തെ ആധികാരികമായി പഠിച്ച് സംസാരിക്കാനുള്ള യോഗ്യത ഒരാളല്ല. ഞാനൊരു അഭിഭാഷകനാണ്. പക്ഷേ ഇവിടെ വന്ന് എന്റെ ഒരു പുസ്തകം രാവിലെ ഇവിടെ പ്രസിദ്ധീകരിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് സുധാകരൻ പറഞ്ഞ വക്കീലെ ഈ പരിപാടി പങ്കെടുക്കണം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ചോദ്യം, എന്റെ യോഗ്യത എന്താ ഇതിലെത്തുന്നുള്ളത്. പക്ഷെ ഞാൻ സ്വയം അതിന് ഉത്തരം കണ്ടുകിട്ടി. പെട്ടെന്ന് എന്റെ മനസ്സിൽ കൂടി 2-3 കാര്യങ്ങൾ കടന്നുപോയി. അത് പറയുന്നതിന് മുമ്പ് ശ്രീ പീയൂഷ് നമ്പൂതിരിയുടെ പുസ്തകത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ, അല്ലെങ്കിൽ അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച 4 സെന്റൻസ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. എന്നിട്ട് എന്റെ അഭിപ്രായത്തിനോട് പറയാം. അന്നം ബ്രഹ്മ എന്ന് പറഞ്ഞ ഋഷിവര്യന്റെ പിന്തുടർക്കാരാണ് നമ്മളൊക്കെയും. മഹത്തായ ഒരു ജീവിതദർശനവും കർമ്മപദ്ധതിയും സ്വായത്തമാക്കിയ നമ്മുടെ പൂർവികരുടെ സ്വപ്നങ്ങൾക്ക് നിറം കൊടുക്കേണ്ടത് ധൂർത്തുപുത്രന്മാരായ നമ്മുടെ കടമയാണ്. ധൂർത്ത് ഞാൻ ഉൻവട്ട് ഫോം ചെയ്ത് കാലത്തിന്റെ തകിടം മറച്ചിലുകളിൽ സൗകര്യപൂർവ്വം നമ്മൾ മറന്ന ആ കടമയെ ഓർമ്മപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിലുണ്ട്. ഇനി ഒരു 2 സെന്റൻസും കൂടെ. അത് ഈ പുസ്തകം സമർപ്പിക്കുന്നത് ഈ നാട്ടിലെ നമുക്കൊക്കെ അന്നം നൽകുന്ന, നമ്മുടെയൊക്കെ വിഷപ്പടപ്പിക്കുന്ന, ഈ ലോകം തന്നെ നിലനിർത്തുന്ന സാധാരണ കൃഷിഫലന്മാർക്ക് വേണ്ടിയാണ് ഈ പുസ്തകം സമർപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, മണ്ണ് പൊന്നാക്കിയ ചളിയും വെയിലും മഴയും മഞ്ഞും ജീവിതയാത്രയിൽ അഭയമാക്കിയ, അധ്വാനത്തിന്റെ വീർപ്പുമണികൾ ജീവിത സമ്പാദ്യമായി മുറുകെ പിടിച്ച, തന്റെ ധാന്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാൻ ആനന്ദം കണ്ടെത്തിയ എല്ലാ കർഷകർക്കും. ഈ 2 കൊട്ടേഷൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 1-2 കാര്യം സൂചിപ്പിക്കാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആലപ്പുഴയിലെ QST കായൽ എന്ന് പറയുന്ന 2000-ലധികം ഏക്കർ കൃഷിസ്ഥലം, അതായത് കായൽ സ്ഥലം
സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചതിനെതിരെ ശക്തമായ പ്രക്ഷോഭമൊക്കെ നടത്തിയ സമയത്ത് ആ പ്രശ്നം കേരള ഹൈക്കോടതിയിൽ എത്തിക്കുകയും ആ കായൽ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നതിനെതിരെ നിയമപരമായ ബാധ്യതകളെല്ലാം സർക്കാരിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് തടഞ്ഞു. അന്ന് ഞാൻ ഈ കായലും കായലിന്റെ സംസ്കാരവും കൃഷിയും കൃഷിക്കാരന്റെ ഭരണഘടനാപരമായ അവന് കൊടുത്തിരിക്കുന്ന അവകാശങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു പഠനത്തിന് വിധേയമാക്കി. അന്ന് ഒരു കാര്യം മനസ്സിലായി, കൃഷി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ വെറും ഒരു കമ്മോഡിറ്റി എന്ന കൺസെപ്റ്റിൽ എടുക്കേണ്ട ഒരു കാര്യമല്ല. അതിനപ്പുറം അതിനൊരു സോഷ്യൽ വാല്യൂ ഉണ്ട്, അതിനൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ട്. ഈ എൻവയോൺമെന്റൽ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഞാനൊരു അധ്യാപനം കൂടെയാണ്, പല സ്ഥാപനങ്ങളിൽ അതൊക്കെ എടുക്കാറുണ്ട്. അവർക്കൊക്കെ മനസ്സിലാവും എന്താണ് അതിന്റെ സോഷ്യൽ ഓഡിറ്റിംഗ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കൃഷിസ്ഥലം അല്ലെങ്കിൽ ഒരു കൃഷിഭൂമി അല്ലെങ്കിൽ ഒരു നിലം, അവിടെ നിങ്ങൾ വിത്തിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടുന്നത് ഒരു പക്ഷേ പരിമിതമായ രീതിയിൽ പറഞ്ഞാൽ ഒരുപക്ഷെ മുടക്കുന്ന പൈസയ്ക്ക് പോലും തികയാത്തതായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന നെല്ല്. പക്ഷേ നിങ്ങൾ ആ കൃഷി ചെയ്യുന്ന കൃഷിസ്ഥലം അല്ലെങ്കിൽ ആ നെൽകൃഷി ചെയ്യുന്ന നിലം ഒരു 50 സെന്റാണെന്ന് മനസ്സിൽ കാണുക. ആ 50 സെന്റിൽ നിൽക്കുന്ന ജലം ക്യാപിലാരിറ്റിയുടെ പെർക്കുലേഷനിലും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും. ജല സംഭരണിയായി അത് പ്രവർത്തിക്കുന്നു. എത്രയോ സൂക്ഷ്മജീവികൾ, കക്കയും ഞണ്ടും ഒക്കെ അവിടെ അവർക്ക് വളരുവാൻ അതൊരു ആവാസ കേന്ദ്രമാകും. അടുത്തുള്ള സ്ഥലങ്ങളെ മൈക്രോ ക്ലൈമറ്റിലൂടെ അത് തണുപ്പിക്കുന്നു. അങ്ങനെ നമ്മളൊരു ഓഡിറ്റിംഗ് നടത്തിയാൽ 50 സെന്റിൽ കിട്ടുന്ന നെല്ലിന് വിലയുടെ എത്രയോ മടങ്ങ് വില നമുക്ക് നൽകുന്നതാണ് ആ 50 സെന്റിൽ നിലമെന്ന് പറയുന്നത്. അപ്പൊ ഞാനത് ഒരു ഉദാഹരണമായി എന്നോട് സൂചിപ്പിച്ചത് നമ്പൂതിരി വളരെ മനോഹരമായ രീതിയിൽ ഈ പുസ്തകത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നു. മണ്ണിന്റെ വില എന്താണ്, പരിസ്ഥിതി എന്താണ്. മറ്റൊരു കാര്യം, 2 കാര്യങ്ങൾ പറഞ്ഞ അവസാനിക്കും. ഒരു കാര്യം, ഞാനൊരു 10-14 കഴിഞ്ഞ മാസം പോയത് കുട്ടികൾക്ക് 15 രാജ്യങ്ങളിൽ ഞാൻ സന്ദർശനം നടത്താൻ ആദ്യം കിട്ടിയ ഒരാളാണ്. യുഎനുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി രംഗപ്പെട്ടുകൊണ്ടൊക്കെ ഏത് രാജ്യത്ത് പോയാലും അവിടെ ഞാൻ അന്വേഷിക്കുന്നത് അവിടെ ഈ കൃഷി എങ്ങനെ നടത്തുന്നു. കാരണം എന്റെ അച്ഛനും ഒരു കൃഷിക്കാരനായിരുന്നു. എങ്ങനെ നടത്തുന്നു, അവിടെ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നുണ്ടോ, കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ടോ, DDT ഉപയോഗിക്കുന്നുണ്ടോ, ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ടോ, അതൊക്കെ ഞാൻ പരിശോധിക്കുന്നു. അതിശയിപ്പിച്ച ഒരു കാര്യം, നമ്മൾ അണ്ടർ ഡെവലപ്ഡ് എന്ന കൺട്രി എന്ന് വിളിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും ഇപ്പോ പെസ്റ്റിസൈഡും കെമിക്കലും ഒന്നും ഉപയോഗിക്കുന്നില്ല, എല്ലാം നിരോധിച്ചു. അവരെല്ലാം ഓർഗാനിക് കൃഷി കാര്യങ്ങൾ. ഞാൻ ജർമ്മനിയിൽ പോയി, ഏക്കർ കണക്കിനാണ് കൃഷി, നമ്മുടെ പച്ചക്കറി കൃഷി ചെയ്ത് വിളവെടുത്ത് ജീവിക്കുന്നത്. അവിടെ ഒന്നും പെസ്റ്റിസൈഡ് ഇല്ല, കെമിക്കൽ ഇല്ല, ക്ലോറിൻ ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം, ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യന്റ് ഉള്ള ഒരു സംസ്ഥാനമായി, ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യന്റ് രാജ്യമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അതിൽ ക്യാൻസർ പേഷ്യന്റ് ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഒരു വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് എന്ന നിലയിൽ കേരളത്തിൽ സാമൂഹ്യ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് പരിശോധിക്കണം എന്തുകൊണ്ടെന്നുള്ളത്. കഴിക്കുന്ന ആഹാരം, അത് രാവിലെ പല്ല് തേക്കുന്ന പേസ്റ്റ് തൊട്ട് കിടക്കുന്നതിന് മുമ്പായി അവസാനമായി കുടിക്കുന്ന ചുക്കുവെള്ളത്തിൽ പോലും നമുക്ക് രാസമാലിന്യങ്ങളുടെയും കെമിക്കലിന്റെയും പെസ്റ്റിസൈഡിന്റെയും കാണാൻ പറ്റും. അപ്പോ നമ്മൾ ഒരുപാട് പുരോഗതിയുണ്ട്, മോഡലുകളാണ് നമുക്കൊക്കെ മാതൃകയായി, ലോകത്തിന് മാതൃകയായി കാട്ടിക്കൊടുത്തിട്ടുണ്ട്. ആരോഗ്യത്തിന് മോഡലുണ്ട്, വിദ്യാഭ്യാസത്തിന് മോഡലുണ്ട്, മതസൗഹാർദ്ദത്തിന് മോഡലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊള്ളുമ്പോൾ നമ്മൾ ലോകത്തെ മൊത്തമായി ഒന്ന് നമ്മൾ അവഗ്രഹം ചെയ്യുമ്പോൾ നമ്മൾ എത്ര പുറകിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം നിങ്ങൾ കയ്യിലെടുത്ത് രാവിലെ കുടിക്കുവാനായിട്ട് എടുക്കുമ്പോൾ ഒന്ന് മണപ്പിച്ചാൽ അറിയാം അതിലെ ക്ലോറിന്റെ സ്മെൽ എന്താണുള്ളത്. ക്യാൻസറിന് ഏറ്റവും കാരണമായ ക്ലോറിനാവും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ പുസ്തകത്തിൽ വളരെ ഭംഗിയായി കൃഷിയുടെ പ്രാധാന്യം, ആഹാരത്തിന്റെ പ്രാധാന്യം, കൃഷിഭൂമിയുടെ പ്രാധാന്യം, മണ്ണിന്റെ പ്രാധാന്യം ഒക്കെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുധവാൻ ടീച്ചറും ശ്രീ എ കെ പ്രസാദും RV മേനോനും പോലുള്ള മഹത് വ്യക്തിത്വങ്ങള് ആ സമൂഹത്തിൽ അതിന്റെ ദൂഷ്യവശങ്ങൾ തോൽപ്പിക്കൊടുക്കാൻ വേണ്ടി സമരമൊക്കെ നടന്നു. സർക്കാരൊന്നും ഇടപെട്ടില്ല. കാരണം ശക്തികളാണ് ഈ എൻഡോസൾഫാൻ പോലുള്ള കീടനാശിനികൾ ഉത്പാദിപ്പിക്കുന്ന വൻ ശക്തികൾ
അവർ വളരെ സംഘടിതരാണ്, രാഷ്ട്രീയത്തിൽ വളരെ സ്വാധീനമുള്ളവരാണ്. പാർലമെന്റിൽ പോലും അവർ സ്പോൺസർ ചെയ്ത എംപിമാരുണ്ട്. അവസാനം ഗത്യന്തരം എന്താ സുഖമായിട്ട് ഇത് പറഞ്ഞ വക്കീലെ എങ്ങനെയെങ്കിലും ഒരു കോടതി ചോദിച്ചിട്ട് ഒന്ന് ചോദ്യം ചെയ്യാൻ പറ്റും. അങ്ങനെ കോടതി ചോദ്യം ചെയ്തു. നീണ്ട വാദപ്രതിവാദങ്ങൾ. അന്നാണ് നമ്മുടെ ലോകത്ത് ഈ എൻഡോസൾഫാനെ പോലുള്ള കീടനാശിനികൾ ഉണ്ടാക്കുന്ന കാര്യം. കാരണം ജനറ്റിക് വരുത്തും, ജനിതക വൈരുദ്ധ്യം അല്ലെങ്കിൽ മ്യൂട്ടലേഷൻ വരുത്തും. അങ്ങനെയാണ് ഈ കുട്ടികൾക്ക് തലവീഴ്ചയൊക്കെ ഉണ്ടാകുന്നത്. എനിവേ അവസാനം ജപ്പാനിലെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ എൻഡോസൾഫാനിലെ ആൽഫ ബീറ്റ ഗാമ എൻഡോസൾഫാനാണ് നമ്മുടെ കുട്ടികൾക്ക് ജനിതക മാറ്റം വരുത്തുന്നതെന്ന് മനസ്സിലാക്കി അത് തടയാൻ വേണ്ടിയിട്ട് വരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി എൻഡോസൾഫാൻ നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിറക്കുന്നു. അന്ന് കാർഷിക സർവകലാശാലയിലെ ഒരു എക്സ്പെർട്ടായ പ്രൊഫസറെ കോടതി എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടൊക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കൃഷിയും നമ്മുടെ ആഹാരവും നമ്മുടെ കുടിവെള്ളവും നമ്മുടെ മണ്ണും നമ്മുടെ വായുവും എത്ര മലിനപ്പെട്ടിരിക്കുന്നു, എത്ര മലിനപ്പെടുന്നു, അതിന് നമുക്കൊരു തിരിച്ചറിവായി, നമുക്കൊരു തിരിച്ചുപോക്കായി നമ്മുടെ സംസ്കൃതി, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൂർവികരൊക്കെ ചാർത്തിത്തന്ന നന്മയുടെ വഴിയിലേക്ക് പോകുവാൻ, അതാണ് ശ്രീ നമ്പൂതിരി സ്വന്തം അദ്ദേഹത്തിന്റെ അവതാരികയിൽ അവസാനം പറഞ്ഞ ആ സെലക്ഷനോട് വായിച്ചു കേൾപ്പിച്ചത്. നമ്മളൊക്കെ ദൂർദ്ധന്മാരാണ്, നമ്മളൊക്കെ ഉപഭോഗ സംസ്കാരത്തിന്റെ വക്താക്കളാണ്. നമ്മൾ മാറണം, നമ്മൾ പുറകോട്ട് പോയി നന്മയെ തിരിച്ചറിയണം. ആ ഒരു ആഹ്വാനം കൂടെ ഉണ്ട്. ഈ പുസ്തകം സാധാരണ കൃഷിക്കാർക്കും മറ്റോട് ബന്ധപ്പെട്ടവർക്കും ഇത് വായിക്കുവാനും പ്രത്യേകിച്ച് പൊതുസമൂഹത്തിനും സ്വയം ഒരു ആത്മബോധം കിട്ടുവാൻ ഇത് പ്രതിനിധിക്കും എല്ലാവരും വാങ്ങണം, വായിക്കണമെന്ന് ആശംസിക്കുന്നു. ഇതിൽ രണ്ടു വാക്ക് പറയാൻ അവസരം തന്ന ഇതിന്റെ സംഘാടകർക്കും പ്രത്യേകിച്ച് എന്റെ സുധാകരേട്ടൻ നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാണിക് ബെല്ല് അടിച്ചു കഴിഞ്ഞു. നമുക്ക് 2-3 മിനിറ്റ് ബാക്കിയുമ്പോൾ രാകേഷ് നന്ദനം ഒരു പ്രകാശന ചടങ്ങിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് പങ്കെടുത്തത്. കാര്യം ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണ്, ബഹുമാനിക്കുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് ഓരോ പുസ്തകവും ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം 12 പുസ്തകവും സത്യത്തിൽ എൻ്റെ കയ്യിൽ എത്തിയെന്നുള്ളതാണ്. അപ്പോൾ ഓരോന്ന് വളരെ വായിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രകാശനത്തിൽ പങ്കെടുക്കാനായി സമയപരിധിക്കുള്ളിൽ കൂടി എത്താൻ കഴിഞ്ഞതിൽ സന്തോഷം. നിങ്ങളെല്ലാവരും കാണാൻ കഴിയും. നമസ്കാരം. വേദിയിലെ രണ്ടാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അമ്മ അറിയാൻ എന്ന പുസ്തകം ലക്ഷ്മി പ്രിയ കോയിക്കലിന് നൽകിക്കൊണ്ട് ശ്രീകര ചെമ്മോലി പ്രകാശനം ചെയ്യും. അമ്മയറിയാൻ, അമ്മയിലൂടെ അറിയാൻ എന്ന ഗ്രന്ഥത്തിന്റെ രചന നടത്തിയത് പ്രശസ്ത ട്രെയിനറായ റിട്ടയർ അധ്യാപിക ശ്രീമതി MP മാലതിയാണ്. മലപ്പുറം സ്വദേശിയാണ്. നിരവധി സ്ഥലങ്ങളിൽ, നിരവധി കേരള സംസ്ഥാന സർക്കാർ സർവീസുകളിൽ ട്രെയിനറാണ്. ശ്രീമതി MP മാലതിയെ ക്ഷണിച്ചുകൊള്ളുന്നു 2 വാക്ക് സംസാരിക്കാൻ. അതിനുശേഷം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസറായ ശ്രീമതി ശ്രീകല ചിങ്ങോലിയെയും ലക്ഷ്മിപ്രിയയെയും സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. കൂടാതെ ഈ പുസ്തകരചന പ്രകാശനത്തിന് ആശംസർപ്പിക്കാൻ അഡ്വക്കേറ്റ് ശിവ മഠത്തിനെയും ക്ഷണിക്കുന്നതാണ്. വേദിയിലും സദസ്സിലിരിക്കുന്ന മഹത് വ്യക്തികളെ, കുറേ പുസ്തകങ്ങളിലൊക്കെ ഇവിടെ പ്രകാശനം ചെയ്തു, പരിചയപ്പെട്ടു. പക്ഷെ അത്തരൊരു പുസ്തകമല്ല ഇത്. ഇതിലൊരു സാഹിത്യമോ പദസമ്പത്തോ കാണാൻ കഴിയില്ല. ഇത് ശരിക്കും ഉമ്മമാർക്കുള്ള ഒരു പാഠപുസ്തകമാണ്. കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രെയിനറായിട്ടും ലൈഫ് സ്റ്റൈൽ ട്രെയിനറായിട്ട് KSRTCയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഹോസ്പിറ്റലിൽ 32 വർഷം ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തതാണ്. മോട്ടിവേഷണൽ സ്റ്റുഡൻസ് മോട്ടിവേറ്റർ ധാരാളമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അമ്മമാർക്കുള്ള സർവേ നടത്തുമ്പോഴും അമ്മമാർക്ക് ക്ലാസ് എടുക്കുമ്പോഴും അവരുടെ ഒരു മനോഭാവം, അവരുടെ ഒരു സൈക്കോളജി പറയുന്നത് എനിക്കൊന്നും ബുദ്ധിയില്ല, അതുകൊണ്ട് എൻ്റെ കുട്ടിക്കും ബുദ്ധി ഉണ്ടാവില്ല എന്നാണ്. അത് അവരങ്ങനെ തീരുമാനിച്ചു. പഠനത്തിലും ആരോഗ്യത്തിലും എങ്ങനെ അമ്മയ്ക്ക് പങ്കാളിയാകാം എന്ന് പറയുന്ന ഒരു വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകമാണ് ഇത്. രക്ഷിതാവ് കുട്ടിയെ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അച്ഛനും അമ്മയ്ക്കും തുല്യ പങ്കാണുള്ളത് ഒരു കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കാമെന്ന്. പക്ഷേ അമ്മ അറിയേണ്ട കാര്യങ്ങളും അമ്മ നേടിയെടുക്കേണ്ട കഴിവുകളും അറിവുകളും അത് കുട്ടികൾക്ക് എങ്ങനെ പകർന്നു നൽകണം എന്നതാണ് ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ പുസ്തകം
ഒരു ഒഴുക്കോടെ അവസാനം വരെ പോയിട്ടില്ല. ആദ്യം ഒരു വിവരണമായും പിന്നീട് അമ്മയ്ക്ക് നൽകുന്ന വിശദീകരണങ്ങളും അമ്മ എങ്ങനെ കുട്ടികൾക്ക് പകർന്നു നൽകണമെന്നതും അതിനപ്പുറം അമ്മ ഒരു സർവേ റിപ്പോർട്ടറായിട്ട് നിൽക്കണം. കുട്ടിയെ പഠിക്കണം അമ്മ. കുട്ടി അമ്മയെയും ടീച്ചറെയും പഠിക്കുന്നുണ്ട്. രണ്ടുപേരും കുട്ടിയെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിവുകൾ, പരിമിതികൾ, അതെങ്ങനെ ആ പരിമിതികളെ കഴിവുകളാക്കി മാറ്റാം, എങ്ങനെ 4 കാര്യങ്ങളിൽ ഉറക്കം, വിശ്രമം, ഭക്ഷണം, വ്യായാമം, ഈ 4 കാര്യങ്ങളിൽ ചിട്ട പുലർത്തിയാൽ ആരോഗ്യത്തിലും ജീവിതത്തിലും A+ നേടാൻ കുട്ടിക്ക് കഴിയും. നമുക്കുള്ളതേ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനാവൂ. അതുകൊണ്ട് അമ്മ ആദ്യം അറിവ് നേടുകയും ആ അറിവ് അമ്മയിലൂടെ കുട്ടി അറിയുകയും ചെയ്യുക എന്നതാണ് പുസ്തകത്തിന്റെ ലക്ഷ്യം. ഇതിൽ സർവേ റിപ്പോർട്ടുണ്ട്, ചോദ്യാവലിയുണ്ട്, വിവരണമുണ്ട്. പിന്നെ അമ്മ ചെയ്യേണ്ടത്, അമ്മയ്ക്ക് ഹായ് അമ്മ പുസ്തകം ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അമ്മയ്ക്കൊരു പുസ്തകം വേണം. എന്തുകൊണ്ട് കുട്ടി പേപ്പർ വായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുട്ടി പറയുന്നത് എൻ്റെ വീട്ടിൽ ആരും വായിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ വായനയുടെ പ്രാധാന്യമാണ് ഈ പുസ്തകോത്സവത്തിന്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ അമ്മ വായിക്കാനും എഴുതാനും തുടങ്ങാം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളിൽ അങ്ങനെ ഒരു രീതിയേ ഇല്ല. അതുകൊണ്ട് അമ്മ എങ്ങനെ എഴുതാനും വായിക്കാനും തുടങ്ങണം. 1ാം ക്ലാസ് മുതൽ കുട്ടിയോടൊപ്പം അമ്മയും കുഞ്ഞും ഒന്നിച്ചൊരു പഠനം ഒരു അല്പസമയം മാറ്റിവെച്ച് ആ സമയം ന്യൂസ് പേപ്പർ വായിക്കുന്നു, എഴുതുന്നു, അതിനൊപ്പം കിട്ടുന്ന നോട്ടീസ് വായിക്കുന്നു, എഴുതുന്നു. അങ്ങനെ അമ്മയെ ഓൾറൗണ്ട് എംപവേർഡ് ആക്കുക എന്നതാണ് ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ പ്രസാധകരാര് എന്നോട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം ഇത് ന്യൂട്രീഷൻ, കുട്ടിയുടെ ഫുഡിനെ പറ്റി പറയുമ്പോൾ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇന്ത്യ ബുക്സിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ഇത്രയും കഷ്ടപ്പാട്. ഇനി ഒരു ബുക്ക് ഞാൻ എഴുതുകയാണെങ്കിൽ ഇങ്ങോട്ട് അതുകൊണ്ട് വരണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ഇരുന്ന് ചെയ്യിച്ചാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മറ്റൊരു തലത്തിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പക്ഷേ ഈ ബുക്ക് അമ്മമാരിലേക്ക് എത്തിക്കാൻ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റ് വഴി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കൂടിയവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ പുസ്തകം പ്രകാശനം ചെയ്യാനും സ്വീകരിക്കാനും പുസ്തകത്തെ പറ്റി പറയാനും ഈ ചടങ്ങിന് അധ്യക്ഷ സ്ഥാനത്തിരിക്കാനും ഈ പ്രസാധകര് ഈ പുസ്തകം എഴുതാനായിട്ടോ ഇവിടെ കൊണ്ടുവരാനായിട്ടും പ്രയത്നിച്ചതിനും എല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നമസ്കാരം. സമയത്തിന് ദൗർലഭ്യം ഉണ്ടെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ അധികം വിളിക്കുന്നില്ല. മാലതി ടീച്ചറുടെ 32 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ പുസ്തകം അമ്മ അറിയാൻ അമ്മയിലൂടെ അറിയാം ഇങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച ടീച്ചറുടെ ഇങ്ങനെയൊരു വലിയൊരു പരിശ്രമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. സമയത്തിന്റെ പരിധി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അധികമൊന്നും സംസാരിക്കുന്നില്ല. അമ്മയാണ് അഗ്നി, അലിവും പ്രകാശവും, നന്മയും പെയ്തു നിൽക്കുന്ന സർവം സഹ. അങ്ങനെ ആ 2 വരികളിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അവൻ ഗുരുവാകുന്നത് മുതൽ അവസാനം വരെ ഒരു അമ്മയുടെ കടമ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഒരു കുട്ടിയെ വളർത്തിയെടുക്കണമെന്നും ഒക്കെ ഞാൻ സുഖമായി സംസാരിക്കാൻ വന്നതാണ്. സമയപരിധി ഇല്ലാത്തത് കൊണ്ട് നിർത്തുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു. നല്ല ഒരു പുസ്തകമാണ്, എല്ലാവരും വായിക്കണമെന്ന് മാത്രം പറയുന്നു. ഈ സദസ്സിൽ എല്ലാവർക്കും